നമ്മുടെയൊക്കെ മക്കൾ എല്ലാ സുഖ സൗകര്യങ്ങളോടെയും അച്ഛനും അമ്മയും ഒക്കെ ചേർത്ത് വളർത്തുമ്പോൾ ഈ കുട്ടിയുടെ കഥ നിങ്ങൾ അറിയണം. മാനസികമായി ശാരീരികമായി കൊച്ചു തളർന്നു പോയേക്കാം. കൊച്ചു എല്ലാവരും ഇത് ഷെയർ ചെയ്യണം. കാരണം ഇനി ഒരു കുട്ടികൾക്കും ഇങ്ങനെ ഒരു ഗതി ഉണ്ടാവാൻ പാടില്ല. ഈ കുട്ടിയുടെ അവസ്ഥ മോശമാണ്. എന്താ വെച്ചാൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അതും കുട്ടിക്ക് മാനസികമായിട്ട് ചെറിയ പ്രശ്നങ്ങളുണ്ട്. താനും ഒറ്റയ്ക്ക് താമസിച്ച കാരണം കുഞ്ഞ് മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. 14 വയസ്സുള്ള ഈ കുഞ്ഞു മോനൊരു വാടക വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അച്ഛനില്ല, അമ്മയില്ല, ആരുമില്ല ഈ കുട്ടിയുടെ കൂടെ. ഈ മോന്റെ കഥയൊക്കെ അറിഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് ചാലക്കുടിയിലേക്ക് എത്തിയിരിക്കുന്നത്. എൻ്റെ അമ്മച്ചിക്ക് അറിയില്ല. അമ്മച്ചി ചേച്ചി വന്നില്ലേ, ഇനി ചേച്ചി യൂട്യൂബ് ചാനലിൽ എല്ലാവരും നമ്മളെ കാണും. നമ്മുടെ സങ്കടങ്ങളൊക്കെ നമുക്ക് യൂട്യൂബ് ചാനൽ വഴി മാറ്റി തരും. ഞങ്ങളൊക്കെ മാറും. സ്വസ്ഥമായിട്ട് താമസിക്കാം അമ്മച്ചി. വിഷമിക്കണ്ടാട്ടോ. അമ്മ പൈങ്കിളി ചൊല്ലു നീ ചൊല്ലൂ. ഇനി ഒരിക്കലും ഒരു അമ്മമാർക്ക് ഗതി കൊച്ചക്കൊക്കെ ഇങ്ങനെ വരരുത്. ഒരു 14 വയസ്സുള്ള ഒരു പൊടി കുഞ്ഞല്ലേ ഇത്. ഈ കുട്ടിയെ എങ്ങനെയാ നിങ്ങൾ രണ്ടുപേരും വാടക വീട്ടിലിട്ടിട്ട് പിന്നെ നിങ്ങൾ മാറി നിൽക്കുന്നത് ശരിയാണോ? ഇല്ല, ശരിയല്ല. പട്ടിണി കാരണം കൊണ്ട് ഞാൻ CWCക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അരി എനിക്ക് റേഷൻ കാർഡിൻ്റെ ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടില്ല, കെട്ടി മേടിച്ചെടുക്കും. എന്നിട്ട് CWC ചെന്നപ്പോൾ 5-6 പ്രാവശ്യം ചെന്നിട്ടും അവരെൻ്റെ കൊച്ചിനെടുത്തില്ല. പിന്നെ തൃശ്ശൂർ CWC ചെന്നപ്പോൾ അവർ എന്നെ തല്ലില്ല എന്നുള്ള അവിടുത്തെ ചേച്ചി മേഡന്മാർ. അപ്പനും അമ്മ ഉണ്ടായിട്ട് ഈ കൊച്ചിനെ എങ്ങനെ ഇവിടെ കൊണ്ട് നിർത്തണമെന്ന് ചോദിച്ചു. ഈ മോനെ നോക്കാൻ പറ്റാത്തത് കാരണം ജോലിക്ക് പോകുമ്പോ ഈ മോനെ നോക്കാൻ പറ്റില്ല. ഉണ്ണിയുടെ അവസ്ഥ എനിക്ക് അറിയാലോ. മോൻ തന്നെ ആയതുകൊണ്ട് CWCയിൽ ചെന്നു ഏൽപ്പിക്കാനായിട്ട്. ഞാൻ ഇടയ്ക്ക് വരാം, ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ഇടയ്ക്ക് വരാം, നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ കാശൊക്കെ തരാം, എനിക്ക് കിട്ടണമെന്ന് ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ സമ്മതിച്ചില്ല. അവർ പറഞ്ഞു കൊച്ചിനെ കൊണ്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ പരീക്ഷ എഴുതാൻ പറ്റില്ല എൻ്റെ കൊച്ചിന്. അതുകൊണ്ടാണ് ഈ മോനെ ഒറ്റയ്ക്ക് വാടക വീടെടുത്ത് ഇവിടെ ആക്കിയിട്ട് ചേച്ചി ജോലിക്ക് പോകുന്നത്. നമ്മുടെയൊക്കെ മക്കൾ അച്ഛനും അമ്മയൊക്കെ കൂട്ടി വളർത്തി എല്ലാ സൗകര്യങ്ങളോടെയാണ് ജീവിക്കുന്നത്. അപ്പൊ ഈ കുഞ്ഞു മോന്റെ അവസ്ഥ നിങ്ങളൊന്നും അറിയാം. വല്ലാത്തൊരു മാനസിക അവസ്ഥയാണ്. നാട്ടുകാരൊക്കെ കൊടുക്കുന്ന ഒരു നേരത്തെ ആഹാരം, അതുപോലെ തന്നെ സ്കൂളിൽ പോകുമ്പോൾ സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഉച്ചഭക്ഷണം, ഇതൊക്കെയാണ് ഈ കുട്ടിയുടെ ആഹാരം. ഈ 14 വയസ്സിലെ സ്വന്തമായിട്ട് പാചകം ചെയ്ത് സ്വന്തമായിട്ട് തുണി കഴുകി അതുപോലെ സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ഈ ഒരു കുഞ്ഞ് വാടക വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകാനായിട്ട്. എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഒരു വാടക വീട്ടിലാണ് ഈ കുട്ടി. എത്ര വർഷമായിട്ട് താമസിക്കുന്നു മോനെ? 3 മാസം. അപ്പൊ ഈ ഒരു വാടക വീട്ടിൽ വന്നിട്ട് 3 മാസമായി. ഇതിനു മുമ്പ് വേറൊരു വാടക വീട്ടിലായിരുന്നു. ഏകദേശം 2 കൊല്ലത്തോളമായി കുട്ടി ഒറ്റപ്പെട്ട് ജീവിക്കുകയാണ്. 14 വയസ്സുകാരൻ. ഈ കുട്ടിയുടെ കഥയാണ് ഇന്ന് ഞാൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. പല പ്രാവശ്യം ഞാൻ എൻ്റെ കൊച്ചിനെ അവസാനിപ്പിക്കാൻ പോയതാണ്. പക്ഷെ ഞാൻ കാരണം എൻ്റെ കൊച്ചിൻ്റെ ജീവിതം കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെയും ജീവിക്കുകയാണ് മക്കളെ. ഞാനും കൊച്ചും ഒരുങ്ങൂരായിരുന്നു കുറേ നാൾ. ഭർത്താവിൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ അവിടുന്ന് എൻ്റെ ഭർത്താവ് എന്നെ തല്ലി, നിരന്തരം തല്ലലും കുടിച്ചു വന്ന് തല്ലലും വഴക്കാണ്. അമ്മച്ചി അപ്പം കെട്ടിയ അമ്മനും കൊച്ചിനും മാത്രമല്ല അയൽക്കാരത്തുള്ളവരെയൊക്കെ ചീത്ത പറയും. പല പ്രാവശ്യം അസഹ്യ ഞങ്ങളെ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട്, വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് പോലീസുകാർ. പക്ഷേ ഇപ്പോൾ ലാസ്റ്റ് ഒരു 5-6 കൊല്ലം മുന്നേ വലിയ മഴയത്ത് ഞാൻ തന്നെ പോരണ്ടോന്ന് പറഞ്ഞാൽ എന്നെ ഓടിപ്പിച്ചിട്ട് ഞാൻ കുറേ പ്രാവശ്യം വീണു. ഇനി എന്നെ ചവിട്ടിയിട്ടൊക്കെ എനിക്കിപ്പോഴും വേദന എടുക്കുന്നുണ്ട്. ഡിസ്കിന് കംപ്ലൈൻ്റ് ഉള്ളതാണ്. കൈ ഒടിച്ച് വെച്ചേക്കുന്നതാണ് ഈ ഭർത്താവ്. കൈ ഇവിടെ ഷോർ വിട്ടേക്കുന്നതാണ്. വീട് ചേച്ചിക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വീടാണ്. ഇപ്പൊ ഈ വീട്ടിൽ നിന്നാണ് ചേച്ചിയുടെ ഭർത്താവ് ചേച്ചിയെ തല്ലി ഇറക്കിയത്. ഈ കൈയും ഒടിച്ചു വെച്ചതൊക്കെ അവിടെ വെച്ചാണ്. 7 കൊല്ലത്തോളം ആയി ഇങ്ങനെ നടക്കുന്നു ഞങ്ങള്. കുറെ നാളെ എൻ്റെ ആങ്ങളമാരോട് വീട്ടിൽ നിന്ന്, ആങ്ങളമാർ വീട്ടിൽ നിന്നു. എല്ലാ ആങ്ങളമാരും കയറ്റില്ല ഞങ്ങളെ. അവിടെ വന്ന് എൻ്റെ കെട്ടിയ വന്നു ആദ്യം തല്ലി വിളിക്കലും അവർ ചീത്ത പറയലും കാരണം ചില ആങ്ങളമാർ മിണ്ടില്ല. ചവിട്ടി പുറത്താക്കിയ ഒരു അവസ്ഥയാണ് മദ്യപിച്ചിട്ട് വന്ന്. അപ്പൊ ഈ മോന്റെ അവസ്ഥ ഒരു മക്കൾക്കും വരരുത്. അത്രയ്ക്ക് ദയനീയമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഈ മോന്റെ കഥയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ. അപ്പൊ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും പരമാവധി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. ചേച്ചി എനിക്ക് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയാണ് ചേച്ചി. പിന്നെ ഞങ്ങളുടെ അവസ്ഥ കാരണമാണ് ഞാനിങ്ങനെ വാടകയ്ക്ക് താമസിക്കണത്. രാത്രിയിൽ ഉറങ്ങുമ്പോഴൊക്കെ അമ്മച്ചീനെ ഓർക്കും. ഇങ്ങനെ അമ്മച്ചി ജോലിക്ക് പോകണം, നല്ല സങ്കടം ദുഃഖമൊക്കെ ആ സമയത്ത് വരും. ചേച്ചിയുടെ പേരെന്തോ? എൻ്റെ പേര് മേഴ്സി. പോകുമ്പോ ഈ വീട്ടിൽ ആരാണ് ഈ കുട്ടിക്ക് കാവലായിട്ടുള്ളത്? ചേച്ചിയുടെ ഒരു നിവർത്തികേട് കൊണ്ടാണ് ഈ വാടക വീട്ടിൽ ഈ മോനെ തനിച്ചിട്ടിട്ട് ചേച്ചി ജോലിക്ക് പോകുന്നത്. തന്നെ ചായ ഇടാനൊക്കെ അറിയോ? അറിയാം. രാവിലെ ചായ ഇട്ട് പിന്നെ എന്താ ഉണ്ടാക്കി കഴിക്കുവോ രാവിലെ മോന്? വേറെ ചിലപ്പോ ഒന്നും ഉണ്ടാക്കി കഴിക്കില്ല. ചിലപ്പോ ചോറ് വെച്ചിട്ടുണ്ടാവും. ചോറ് വെക്കുമ്പോ അത് കഴിക്കും. ആര് ചോറ് വെച്ച് തരുന്നേ? ഞാൻ തന്നെ വെക്കും. പിന്നെ പപ്പടം ഉണ്ടെങ്കിൽ പപ്പടം വറുത്ത് കഴിക്കും. ചോറും പപ്പടവും കഴിക്കുന്നേ? വേറെ കറിയൊന്നും ഇല്ല? ചിലപ്പോ സോയാബീനും ഉങ്ങക്കായും വെച്ച് കറി ഉണ്ടാക്കി കഴിക്കും.
ഇതൊക്കെ മോൻ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കുമോ? ആ ഉണ്ടാക്കി. ചേച്ചി എൻ്റെ അമ്മച്ചിക്ക് 5 സെൻറ്റ് സ്ഥലം വീടുണ്ട്. ലൈഫിൻ്റെ പദ്ധതിന്നാ ആ വീട് കിട്ടിയത്. അപ്പം അതിൽ നിന്നാണ് പാപ്പ അടിച്ചിട്ട് തല്ലും വഴക്കുണ്ടാക്കി ഞങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കി. മോൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? എനിക്ക് എൻ്റെ അമ്മച്ചിക്ക് മരിക്കണേക്കാളും മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ സ്വസ്ഥതയായിട്ട് താമസിക്കണമെന്ന് ആഗ്രഹം. അപ്പോൾ മോൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം മോന് മരിക്കുന്നതിന് മുമ്പ് മോൻ്റെ അമ്മയും മൊത്തം ഒന്നിച്ച് മോൻ്റെ സ്വന്തം വീട്ടിലൊന്ന് താമസിക്കണം. കാരണം ഈ കുഞ്ഞു മോൻ 14 വയസ്സായ കുഞ്ഞ് അതിൻ്റെ അമ്മയുടെ കൂടെ ഒന്ന് സന്തോഷത്തോടെ ഒരു ദിവസം പോലും കഴിഞ്ഞിട്ടില്ല. അയ്യമ്പുഴ പഞ്ചായത്ത് അധികാരികൾ അതുപോലെ അവിടുത്തെ വാർഡ് മെമ്പർ എല്ലാവരും കൂടെ ഒന്ന് ഒത്തു പരിശ്രമിച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞിൻ്റെ ഈ സങ്കടം നമുക്ക് മാറ്റിക്കൊടുക്കാം. ഈ മോൻ്റെ അച്ഛനെന്ന് പറയുന്ന ആ മനുഷ്യൻ ഈ കുഞ്ഞിനെയും ഈ കുഞ്ഞിൻ്റെ അമ്മയും ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടേക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നവരെല്ലാവരും പരമാവധി ഷെയർ ചെയ്യുക. കുഞ്ഞുമോൻ ഈ ഒരു വാടക വീട്ടിൽ ഒറ്റപ്പെട്ട് താമസിക്കുകയാണ്. അപ്പോൾ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പഠിക്കാനൊക്കെ പോകുന്നുണ്ടോ മോനെ? ആ പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ കുഞ്ഞ് നല്ലപോലെ പഠിച്ച് നല്ല മാർക്ക് മേടിച്ച് മോൻ്റെ അമ്മയെ നോക്കണം. മോൻ്റെ അമ്മയ്ക്ക് തീരെ സുഖമില്ല, കൈവയ്യ, നടുവയ്യ കേട്ടോ. അപ്പോൾ മോൻ കുറച്ചും കൂടെ ആയിക്കഴിഞ്ഞാൽ മോൻ അമ്മയെ ഒന്നിച്ച് മോൻ്റെ കൂടെ നിർത്തി മോൻ നല്ല പഠിച്ചൊരു ജോലിയൊക്കെ വാങ്ങാന്നേ മോനെല്ലാം ചെയ്തൂടെ? അപ്പോൾ മോൻ നല്ലപോലെ പഠിക്കണം കേട്ടോ. സങ്കടങ്ങളൊക്കെ മാറ്റി വെച്ച് മോൻ നല്ലപോലെ പഠിച്ച് മിടുക്കനാവണം കേട്ടോ.